വലൈക്കും. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ എൻട്രി ലോഗിനിൽ ഒരു ഫാമിലിനെ എങ്ങനെ ആഡ് ചെയ്യുക, ഫാമിലി ഹെഡിനെ ആഡ് ചെയ്തതിൻ്റെ ശേഷം ആ ഫാമിലി ഹെഡിലേക്ക് ബാക്കിയുള്ള മെമ്പേഴ്സിനെ, അത് സ്ത്രീകളായിട്ടുണ്ടാവും കുട്ടികളായിട്ടുണ്ടാവും, അവരെ എങ്ങനെ ആഡ് ചെയ്യുന്നത്, പിന്നെ എഡിറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഡിലീറ്റ് എങ്ങനെ ചെയ്യുന്നത്, ഇത് ഇത്ര ഓപ്ഷൻസ് നോക്കുക. ഇത് ഡേറ്റ എൻട്രി ലോഗിൻ ആയതാണ് ഡാഷ്ബോർഡ്. ഇവിടെ നിന്ന് രജിസ്റ്റർ ഫാമിലി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആഡ് ഫാമിലി. ഓക്കെ, നിങ്ങൾ സിസ്റ്റമിലാണെങ്കിൽ, മൊബൈലിലാണെങ്കിൽ മൊബൈൽ ആപ്പ് ഇങ്ങനെ ഉണ്ടാവും. ഒന്നിക്ക് മെനുവിൽ വന്നിട്ട് രജിസ്റ്റർ ഫാമിലി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആഡ് ഫാമിലി. ഓക്കെ, അപ്പോൾ ഞാൻ സിസ്റ്റം വ്യൂവിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ രജിസ്റ്റർ ഫാമിലി, ഈ രജിസ്റ്റർ ഫാമിലി ഇവിടുന്ന് കൊടുക്കുന്നത്, ഇത് ഫാമിലി ഹെഡിനെ ആഡ് ചെയ്യാൻ മാത്രമാണ് ഇവിടുന്ന് പോകേണ്ടത്. രജിസ്റ്റർ ഫാമിലി അല്ലെങ്കിൽ ആഡ് ഫാമിലി. ഓക്കെ, ഫാമിലി ഹെഡിനെ മാത്രം. ഫാമിലി ഹെഡിനെ ആഡ് ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ള മെമ്പർ ആഡ് ആക്കുന്നത് അത് ഞാൻ കാണിച്ചറിയാം. ഈ ഫാമിലി ഹെഡിനെ ആഡ് ആയ പിന്നെ ഓക്കെ, ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ഫാമിലി കൊടുക്കുക. ഇവിടെ ഓക്കെ, ഇത് നിക്ക് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, മഹൽ മെമ്പർഷിപ്പ് നമ്പർ. ഇത് നിങ്ങളെ മഹലിൽ ഈ മെമ്പർക്ക് മെമ്പർഷിപ്പ് നമ്പർ ഉണ്ടാവില്ല, നിങ്ങൾ ഓൾറെഡി ഉള്ള ബുക്കിലെല്ലാം ഉള്ളൊരു നമ്പർ ഉണ്ടാവില്ല, ആ നമ്പർ. ഹൗസ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഹൗസ് നമ്പർ. പിന്നെ അഡ്രസ്സ്. ഓക്കെ, അഡ്രസ്സ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക, ഇവിടെ മെമ്പറിൻ്റെ അഡ്രസ്സ്. ഇത് ലേ ഔട്ട്, ഇപ്പോൾ നിങ്ങൾ വാർഡ് ഇങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടാവില്ല, ഇപ്പോൾ സെൻട്രൽ 1, സെൻട്രൽ 2, സെൻട്രൽ 3, അത്. ഇത് റേഷൻ കാർഡ് നമ്പർ ഉണ്ട് കൊടുക്കുക, എല്ലാം വേണ്ട. മിഡിൽ ക്ലാസ്. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ വരും AAY എന്ന്, അത് ഇൻഷാല്ലാ ഞാൻ അപ്ഡേറ്റ് ആക്കുക, കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഹൗസ് സ്റ്റേറ്റസ്, ഓൺ ഹൗസ്, അങ്ങനത്തെ എല്ലാം. നെക്സ്റ്റ് ഫാദർ നെയിം, മദർ നെയിം. ഓക്കെ, ജെൻഡർ കൊടുക്കുക. വോട്ടർ ലിസ്റ്റിൽ ആഡ് ആയിനാന്ന്. പിന്നെ മെറിറ്റ്. വോട്ടർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ പൊളിറ്റിക്സ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ പൊളിറ്റിക്കൽ. ചില മഹലിൻ്റെ ഒരു വോട്ട് ഉണ്ടാവും, അതിൻ്റെ അല്ല, നമ്മൾ സാധാരണ വോട്ടറുണ്ട്. മെറിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, മാരീഡ്, ഹസ്ബൻഡ് ഓർ വൈഫ് നെയിം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്, പിന്നെ മദ്രസ ക്വാളിഫിക്കേഷൻ. ഇത് നിങ്ങൾക്ക് ഏത് വേണം സെലക്ട് ചെയ്യുക, 10th സ്റ്റാൻഡേർഡ് അങ്ങനെയെങ്കിലും. പിന്നെ ഈ പ്രസൻറ്റ് ക്ലാസ് സ്റ്റഡിങ്, അത് സ്കൂള് പ്രസൻറ്റ് എത്രാം ക്ലാസ് പഠിക്കുന്നതെന്ന് കുട്ടികൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ മെമ്പർ ടൈപ്പ് ഉണ്ട്. മെമ്പർ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം നമുക്ക്. നാട്യ മെമ്പർ എന്ന് പറയുമ്പോൾ, നാട്യ മെമ്പർ എന്ന് പറഞ്ഞാൽ ജമാഅത്തിൽ മെമ്പർ അല്ല എന്നല്ല, ഇത് പേയ്മെൻറ്റ് അടക്കുന്ന മെമ്പർ അല്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പേയ്മെൻറ്റ് അടക്കുന്ന മെമ്പേഴ്സ്. നോട്ട് എ മെമ്പർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് അടക്കാത്ത, സാധാരണ ഇപ്പോൾ കുട്ടികൾ, സ്ത്രീകൾ, അങ്ങനെ സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അവർ. ഇപ്പോൾ മെമ്പർ ടൈപ്പ് നമുക്ക് ഫീ മെമ്പർ എന്ന് കൊടുക്കുക. യുണിക് മെമ്പർ ID എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക, സ്പേസ് ഇല്ലാതെ ആധാർ നമ്പർ കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ അല്ലെങ്കിൽ വേറെ ഏത് നമ്പറും, പക്ഷേ അത് യുണിക് ആയിട്ടുണ്ടാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ പറ്റില്ല ഈ നമ്പർ. അപ്പോൾ ആധാർ കൊടുക്കുന്ന ഉദ്ദേശം എന്താ പറഞ്ഞാൽ, അത് എല്ലാവരുടെ അടുത്തും എപ്പോഴും ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല, നമ്പർ ചേഞ്ച് ആവില്ല, എപ്പോഴും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ. ഈ നമ്പർ എന്തിനാന്ന് പറഞ്ഞാൽ, മൊബൈൽ ആപ്പിൽ മെമ്പറിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ടാവില്ലേ, മെമ്പർക്ക് ലോഗിൻ ആകാൻ, അതിൻ്റെ പാസ്വേഡാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 1 2 3 4 5 6 7 8 9 0 0. ഓക്കെ, 2 0. നെക്സ്റ്റ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക, എന്താണ് അവരെ എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, പ്രൈവറ്റ്, അങ്ങനത്തെ എല്ലാം. അത് കഴിഞ്ഞിട്ട് നോട്ട് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പാക്കുക. അവരെ മൊബൈൽ നമ്പർ, ഈ മെമ്പറിൻ്റെ ഒരു അബ്രോഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ, അവിടുത്തെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ. പിന്നെ റിലേഷൻഷിപ്പ്, നമ്മൾ ഫാമിലി ഹെഡിനെ ആഡാക്കുമ്പോൾ എപ്പോഴും റിലേഷൻഷിപ്പ് ടൈപ്പ് അത് ഫാമിലി ഹെഡായിട്ടുണ്ടാവും. ഓക്കെ, ഹെൽത്ത് സ്റ്റാറ്റസ്, ചിലപ്പോൾ എന്തെങ്കിലും സൂക്കടെല്ലാം ഉണ്ടാവില്ല, സുഖങ്ങൾ, അപ്പോൾ അത് മെൻഷൻ ചെയ്യുന്നെങ്കിൽ ചെയ്യുക. ഇതെന്തിനാ പറഞ്ഞാൽ ഒരു റിപ്പോർട്ട് കിട്ടും ജമാഅത്തിൽ, ആരെല്ലാം ഇങ്ങനെ ഉണ്ട്,
അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ എയ്ഡ് അങ്ങനെ എന്തെങ്കിലും വേണം, അങ്ങനത്തെ എല്ലാം ഒരു ഡേറ്റാബേസിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഇവിടെ ഹെൽത്ത് സ്റ്റേറ്റസ് വേണം, ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ എൽഡർലി, സ്പെഷ്യൽ കെയർ നീഡഡ് സെലക്ട് ചെയ്യാം. ഇത് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന്, എലിജിബിൾ, നോട്ട് എലിജിബിൾ, റിക്വയർഡ്, നോട്ട് റിക്വയർഡ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ്, നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഈ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന്, ഫോർ എക്സാമ്പിൾ 4 മെമ്പേഴ്സ്. ബാലൻസ് ഫീ ഇപ്പോൾ പ്രസൻറ്റ് ഈ മെമ്പർക്ക് ജമാഅത്തിലേക്ക് എത്ര ഫീ തരാനുണ്ട് അതിനെ ഇവിടെ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 2000 റുപ്പീസ്. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ഫീ നെയിം നമുക്ക് എന്താക്കുക, നിങ്ങൾ ആഡാക്കിയ, നിങ്ങൾ കോൺഫിഗർ ചെയ്ത ഫീ നെയിമിൽ ഓൾഡ് ബാലൻസ് എന്തെങ്കിലും സെലക്ട് ചെയ്യുക. നോട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ഫീ എന്തെങ്കിലും കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ. ഇത് 2 സെപ്പറേറ്റ് ഫാമിലീനെ. അപ്പോൾ ഈ ഫാമിലിയിലേക്കാണ് ആഡ് ആക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അല്ല ഈ ഫാമിലിയിലേക്കാണ് ബാക്കിയുള്ള മെമ്പേഴ്സിനെ ആഡ് ആക്കണമെങ്കിൽ ഇതിൻ്റെ പേരിൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഫാമിലി ഡാഷ്ബോർഡ്. ഫാമിലി ആയിട്ടിന് ഇവിടെ കാണിക്കുന്നുണ്ട് വിത്ത് ഡീറ്റെയിൽസ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് എന്താക്കുക, ആഡ് ഫാമിലി മെമ്പേഴ്സിന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നോക്കേണ്ടത് ഫാമിലി ഹെഡിനെ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് രജിസ്റ്റർ ഫാമിലി അല്ലെങ്കിൽ ആഡ് ഫാമിലിയിൽ ആഡ് ആക്കണം. അത് ആഡ് ആക്കിയതിൻ്റെ ശേഷം അവർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഒന്നിക്ക് ഓൾ ഫാമിലീസിലുണ്ടാവും അല്ലെങ്കിൽ ഡാഷ്ബോർഡിലുണ്ടാവും. ഇത് രണ്ടും ഒരേ പേജാണ്. സോ ഈ ഫാമിലീൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാവില്ലേ, കുട്ടികൾ, സ്ത്രീകൾ, അവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആഡ് ആക്കണം. ഇവിടുന്നല്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്നാണ് ആഡ് ആക്കേണ്ടത്. ആഡ് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ, എന്നിട്ട് ഒരാളെ ആഡ് ആക്കാം. ഓക്കെ, ഒരു മെമ്പേഴ്സിനെ ആഡ് ആക്കിക്കൊണ്ട് പോവാം. മെമ്പർഷിപ്പ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് കുട്ടികളായതുകൊണ്ട് നോട്ട് എ മെമ്പർ. ബാക്കിയുള്ള സെലക്ട് ആക്കിന് ഇവിടെ വരെ ആധാർ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ. ഇവർ ചൈൽഡ്, സ്റ്റുഡൻറ്റ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്. ബാക്കിയുള്ളൊന്നും വേണ്ട. മൊബൈൽ പാരൻസിന് തന്നെ കൊടുക്കുക. വേണമെങ്കിൽ റിലേഷൻഷിപ്പ് സൺ. അപ്പോൾ ആ ഫാമിലി ഹെഡിലേക്ക് ഇവരെന്താണെന്ന്, അപ്പോൾ ഇവിടെ സൺ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഇല്ലെങ്കിൽ അങ്ങനെ സ്കിപ്പ് ചെയ്തോളി. ബ്ലഡ് ഗ്രൂപ്പ് ബാലൻസ് ഒന്നുമില്ല. ഓക്കെ, ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ. എന്നിട്ട് രജിസ്റ്റർ. ഓക്കെ, ഇവിടെ മെമ്പർ ആഡായി, 2 മെമ്പർ ആഡായി. ഇത് ഫാമിലി ആയിട്ട്, ഇതിൻ്റെ ഫാമിലി ആയിട്ട് സൺ. ഇവരുടെ ഡീറ്റെയിൽ നോക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ അവരെ ഡീറ്റെയിൽ കാണാൻ പറ്റും, അവരുടെ ഫോട്ടോ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്ത മെമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ വരിക. ഈ ഫാമിലിൻ്റെ അടുത്ത മെമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആൾ ഫാമിലീസിൽ വന്ന്, അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ 2 പേജ് ആൾ ഫാമിലീസിൽ വന്നിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് അടുത്ത മെമ്പർ ആഡ് ഫാമിലി ഇവിടെ വന്നിട്ട് അടുത്ത മെമ്പറിനെ ആഡ് ആക്കുക. ഇല്ല, കൊടുക്കുക, പേര് കൊടുക്കുക, പേരൻസിൻ്റെ. ചൈൽഡ് അറ്റ് ഹോം, സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് അറ്റ് ഹോം കൊടുക്കുക.
നമ്പർ കൊടുക്കുക. ഇവിടെയും ചൈൽഡ് ടോം, ബാക്കിയുള്ളല്ലോ മൊബൈൽ നമ്പർ പേരൻസിൻ്റെ കൊടുത്താൽ മതി. റിലേഷൻഷിപ്പ് സൺ, എന്ത് വേണം സെലക്ട് ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ്, എന്തെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. ഒരു ഫോട്ടോ, പിന്നെ രജിസ്റ്റർ. ഇവിടെ 3 ആളായി. ഇപ്പോൾ ഇവർ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് എഡിറ്റ്, ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിനെ എഡിറ്റ് ചെയ്യാം. എഡിറ്ററിൽ നിന്ന് കൊടുക്കുക. ഇവിടെ സ്വാലി കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഇവിടെ വന്നല്ലതാ എഡിറ്റഡ്, എഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ആഡ് ചെയ്തതെല്ലാം നിങ്ങളെ മെയിൻ ഡാഷ്ബോർഡിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ അപ്രൂവ് ആക്കിയാൽ മാത്രം നിങ്ങളെ ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ മെയിൻ ഡാഷ്ബോർഡ് ഇത്. ഇവിടെ വന്നിട്ട് ഫാമിലി ഡാഷ്ബോർഡിലേക്ക് പോയിട്ട്, ഇത് സൂപ്പർ അഡ്മിൻ്റെ കേട്ടോ, മെയിൻ അഡ്മിൻ്റെ. ഇവിടെ ഫാമിലി ഡാഷ്ബോർഡിലേക്ക് പോയെങ്കിൽ ഇവിടെ ഫാമിലി ഡാഷ്ബോർഡ് പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫാമിലി ഡാഷ്ബോർഡ് ഇവിടെ കാണും. ടോട്ടൽ ജമാഅത്ത് മെമ്പേഴ്സ്, ടോട്ടൽ ഫാമിലി മെമ്പേഴ്സ്, പെൻഡിങ് ഫാമിലി മെമ്പേഴ്സ്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻട്രി ആപ്പ് എന്നല്ലെങ്കിൽ ഡേറ്റ എൻട്രി അവർ ആഡ് ചെയ്ത മെമ്പേഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താവില്ല, സോഫ്റ്റ്വെയറിൽ ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും പെൻഡിങ് എത്രയുണ്ട്, 4. അപ്പോൾ നിങ്ങൾ അഡ്മിനായിട്ട് എന്താക്കണം, ഇതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് ഓപ്പൺ ആക്കിയിട്ട് ഇവരെല്ലാം അപ്രൂവ് ചെയ്യണം. ഇവരെല്ലാം ഇപ്പോൾ ഇന്നാക്റ്റീവ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഞാനിവിടെ അപ്രൂവ് ചെയ്യാം. അപ്രൂവ്, പിന്നെ ബാക്ക് പോവുക. പിന്നെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ അപ്രൂവ് ചെയ്യാം. അപ്രൂവ് ആയി. ഇനി 2 എണ്ണം ഉണ്ട്. 2 ഉണ്ട്. ഇതിവിടെ പെൻഡിങ് ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ 2 അങ്ങനെ എല്ലാം അപ്രൂവ് ചെയ്തതിൻ്റെ ശേഷം ഇവിടെയൊക്കെ ഇവിടെ ഓരോന്ന് ഇവിടേക്ക് ആഡ് ആയി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഇനി ഒന്നും കൂടി ഞാൻ എന്തൊക്കെ അപ്രൂവ് കൊടുക്കുക. അപ്രൂവ്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 9 ആയി. അപ്പോൾ അപ്രൂവ് കൊടുത്ത മാതിരി നമ്മൾ ഇതിലേക്ക് ആഡ് ആവും. ഓക്കെ, അതേമാതിരി തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഒന്ന് പറയാം. ഇപ്പോൾ ഫാമിലിനെ നമ്മൾ ഡേറ്റ എൻട്രിയിൽ ആഡ് ആക്കിയിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ ഫാമിലി മെമ്പേഴ്സിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വ്യൂ ഉണ്ട്, എഡിറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഒരാളെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഡിലീറ്റായി. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിൽ പോവാം, എഡിറ്റ് ആവും. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഇവിടെ നിന്നൊക്കെ എന്താ എഡിറ്റായി. ഓക്കെ, ഡിലീറ്റ്, എഡിറ്റ്, വ്യൂ. ഓക്കെ.